സൃഷ്ടിച്ച ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകും. കേസിൽ തനിക്കറിയാവുന്ന എല്ലാ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് മുന്നിൽ തുറന്നു പറയാൻ തയ്യാറാണെന്ന് ചെന്നിത്തല വ്യക്തമാക്കി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്ക് വിവരം നൽകിയ വ്യക്തിയെയും ചോദ്യം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചെന്നിത്തല നൽകുന്ന വിവരങ്ങൾ കേസിന്റെ ഗതി മാറ്റുമെന്നാണ് വിലയിരുത്തുന്നത്. നേരത്തെ ഇന്ന് രാവിലെ 11 മണിക്ക് SIT ചെന്നിത്തലയുടെ മൊഴിയെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഇന്ന് മൊഴി നൽകില്ലെന്നും മറ്റൊരു ദിവസത്തേക്ക് സമയം നൽകുമെന്നും അദ്ദേഹം അന്വേഷണ സംഘത്തെ അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന് ബന്ധമുണ്ടെന്ന് ആരോപിച്ച് രമേശ് ചെന്നിത്തല SITക്ക് കത്തയച്ചത്. ഈ ഇടപാടുകൾ 500 കോടി രൂപയുടെ ക്രയവിക്രയം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കത്തിൽ സൂചിപ്പിച്ചു. പുരാവസ്തു സാധനങ്ങൾ മോഷ്ടിച്ച് കരിഞ്ചന്തയിൽ വിൽക്കുന്ന റാക്കറ്റുകളെ കുറിച്ച് നേരിട്ടറിവുള്ള ഒരു പ്രധാന വ്യക്തി തനിക്ക് വിവരം നൽകിയിട്ടുണ്ടെന്നും ഈ വ്യക്തി പൊതുവിൽ വെളിപ്പെടുത്താൻ ആലോചിക്കുന്നില്ലെന്നും അന്വേഷണ സംഘത്തിന് മുന്നിലും കോടതിയിലും രഹസ്യമായി മൊഴി നൽകാനും തയ്യാറാണെന്നും ചെന്നിത്തല അറിയിച്ചിരുന്നു. മുതിർന്ന രാഷ്ട്രീയ നേതാവായ രമേശ് ചെന്നിത്തല സ്വതന്ത്രമായ അന്വേഷണത്തിലൂടെയാണ് ഈ വിവരങ്ങൾ മനസ്സിലാക്കിയതെന്നും സംസ്ഥാനത്തെ ചില വ്യവസായികൾക്കും കുറ്റകൃത്യങ്ങളുമായി ബന്ധമുള്ള ചില റാക്കറ്റുകൾക്കും ഈ സ്വർണ്ണക്കൊള്ളയുമായി നേരിട്ടോ പരോക്ഷമായ ബന്ധമുണ്ടെന്നും കത്തിൽ ആരോപിക്കുന്നു. പുരാവസ്തു കള്ളക്കടത്തിന്റെ വലിയ ശൃംഖലയുടെ ഒരു ഭാഗമാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയെന്നും ഇത് ഒറ്റപ്പെട്ട സംഭവമായി കാണരുതെന്നും ചെന്നിത്തല വാദിക്കുന്നു. കത്തിൽ ചെന്നിത്തല ഉന്നയിച്ച പ്രധാന ആരോപണങ്ങളിലൊന്ന് ദേവസ്വം ബോർഡ് അധികൃതരിൽ ചിലർക്കും ഈ സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന് SIT വിശദമായി പരിശോധിക്കണമെന്നാണ്. ശബരിമല പോലുള്ള ഒരു പ്രധാന ക്ഷേത്രത്തിലെ സ്വർണവുമായി ബന്ധപ്പെട്ട് കവർച്ച നടക്കുമ്പോൾ ക്ഷേത്രഭരണ ചുമതലയുള്ളവരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒത്താശ നൽകിയിട്ടുണ്ടോ എന്ന സംശയമാണ് ചെന്നിത്തല ഉയർത്തുന്നത്. ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നതിന് പിന്നാലെയാണ് രമേശ് ചെന്നിത്തലയിൽ നിന്ന് വിവരങ്ങൾ തേടാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. കേസിൽ നിലവിൽ അന്വേഷണം മന്ദഗതിയിലാണ് എന്ന UDF ആക്ഷേപം ഉന്നയിക്കുന്നതിന് ഇടയിലാണ് ചെന്നിത്തല മൊഴി നൽകാനും തയ്യാറാകുന്നത്. ഈ സാഹചര്യത്തിൽ ചെന്നിത്തല നൽകുന്ന മൊഴി കേസിന്റെ വേഗം കൂട്ടാനും കൂടുതൽ പ്രതികളിലേക്ക് എത്താനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ചെന്നിത്തല ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറുമോ എന്ന കാര്യത്തിലും വലിയ ആകാംക്ഷയുണ്ട്. ആദ്യഘട്ടത്തിൽ ഇന്ന് രാവിലെ 11 മണിക്ക് മൊഴിയെടുക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് ചെന്നിത്തല തന്നെ അത് മാറ്റിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. മറ്റു ചില പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റുകൾ കാരണമാണ് മൊഴി നൽകുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയത് എന്നാണ് സൂചന. എങ്കിലും താൻ പൂർണ്ണമായും അന്വേഷണ സംഘവുമായി സഹകരിക്കുമെന്നും കേസിൽ സത്യം പുറത്തുവരാൻ താൻ കൂടെ നിൽക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട്. മൊഴി നൽകേണ്ട പുതിയ തീയതിയും സമയവും പിന്നീട് അറിയിക്കുകയും ചെയ്യും. ചെന്നിത്തലയുടെ ഈ വെളിപ്പെടുത്തൽ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച വെറും മോഷണ കേസല്ലെന്നും മറിച്ച് വൻകിട കള്ളക്കടത്ത് മാഫിയയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്നും സ്ഥാപിക്കാനും സാധ്യതയുണ്ട്. 500 കോടി രൂപയുടെ ഇടപാട് നടന്നു എന്ന ആരോപണം കേസിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. SIT ഈ വിവരങ്ങൾ എത്രത്തോളം ഗൗരവത്തോടെ എടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും കേസിന്റെ ഭാവി. ചെന്നിത്തലയ്ക്ക് വിവരം നൽകിയ വ്യക്തി കോടതിയിൽ രഹസ്യമൊഴി നൽകാൻ തയ്യാറാണെങ്കിൽ കേസിൽ നിർണായകമായ പല വഴിത്തിരിവുകളും ഉണ്ടാകാനും സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതൃത്വത്തെയും ദേവസ്വം ഭരണത്തെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്ന വെളിപ്പെടുത്തലുകളിലേക്കായിരിക്കും ഇത് വിരൽ ചൂണ്ടുക.